വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വാക്കുകൾ കുറിക്കുന്നത്. ഒരു കുഞ്ഞ് പെങ്ങള് പുതിയ കാലഘട്ടത്തിൻ്റെ സ്മാർട്ട് ക്ലാസ്സുകളൊന്നും ലഭിക്കാതെ അവളുടെ ആ ദാരിദ്ര്യത്തെ ഓർത്ത് ദുഃഖിച്ച് മരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ജീവിതത്തിൽ നിരന്തരമായി പ്രയാസങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം തലകുനിച്ച് പോകത്തേയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ജീവിതമെന്ന് പറയുന്നത് വലിയ പോരാട്ടത്തിൻ്റേതാണ്. അഗ്നിച്ചിറകുകളിലെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ പോലെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണുമ്പോൾ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാകത്തുള്ളൂ. ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ പരിസരത്തുണ്ടെങ്കിലും അതിനോട് പോരാടുന്ന നിമിഷങ്ങളിൽ മാത്രമേ നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെ വലിയ ഭവനമോ വലിയ പഠന സൗകര്യങ്ങളോ വെളിച്ചമോ ഒന്നുമില്ലാത്ത വീടുകളായിരിക്കാം. മഴയത്ത് നനയുന്ന അല്ലെങ്കിൽ തണുപ്പൊക്കെ അരിച്ചു കയറുന്ന ഒരു വീടായിരിക്കാം നമ്മളുടേത്. മാതാപിതാക്കൾക്ക് ഉയർന്ന വരുമാനമോ വലിയ ജോലിയോ സമൂഹത്തിൽ വലിയ പദവികളോ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നീ എവിടെയാണ് ജനിച്ചത് എന്ന് ഒരുപക്ഷെ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കാം. പക്ഷേ നീ എങ്ങനെയായിത്തീരുന്നു എന്നുള്ളതിന് നമുക്ക് കൂടി ഒരു പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകരുത്. കടല വിൽപ്പനക്കാരനായ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്നത് ജീവിതത്തിൽ അദ്ദേഹം ഉയർത്തിയ വലിയ ചിന്താഗതികൾ കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ നമ്മളുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എബ്രഹാം ലിങ്കണിൻ്റെ ജീവിത ചരിത്രം വളരെ രോമാഞ്ചത്തോടുകൂടി പഠിച്ചതൊക്കെ ഓർത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം തെരുവ് വിളക്കിൽ നിന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ തെരുവിളക്ക് ഞങ്ങളുടെ ഭാഗത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ആളാകാഞ്ഞത് എന്ന്. അത് ഒരു കറുത്ത ഫലിതമായി തീരുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നിസ്സാരമായ ചുറ്റുപാടുകളിൽ തളരാതെ പോരാടുക. പഴയ കഥയിൽ ആമയും മുയലുമുള്ള പോരാട്ടത്തിൽ അത് വിജയം മുയലിൻ്റേതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആമ പോരാടാൻ തയ്യാറായി എന്നത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലെ യഥാർത്ഥമായ ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കുറവാണെങ്കിലും അതിൽ തളർന്നു പോകരുത്. മറിച്ച് കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉയർന്ന ചിന്താഗതികൾ പുലർത്തുക, ഉയർന്ന സ്വപ്നങ്ങൾ കാണുക. നാളത്തെ ലോകം നമ്മളുടേതു കൂടിയാണ്. ഇന്നലകൾ നമ്മുടെ കയ്യിലേതല്ല, ഇന്നും നമ്മുടെ കയ്യിലാണ്. നാളെ ഉറപ്പായിട്ടും ദൈവം നമുക്ക് നല്ല ഒരു ഫലം തരുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. തമ്പുരാൻ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. അപ്പോൾ ആ ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടേതു കൂടിയാണ് നാളത്തെ ലോകം എന്നുള്ളത് മറന്നു പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.